പട്ടാളക്കാർ മനുഷ്യരാണ്. ആ മനുഷ്യരുടെ കർമ്മശക്തിയാണ്, ഇച്ഛാശക്തിയാണ് മഹാത്ഭുതം. അതാണ് പട്ടാളക്കാർ. ഒരു പട്ടാളക്കാരെന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ ഏത് റാങ്കിലായാലും ശരി ബഹുമാനമാണ്, ആദരവാണ്, സ്നേഹം. നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ സാറോട് നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ആയ ഒരു മന്ത്രിയാണ്. ഈ വാർ മെമ്മോറിയൽ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇത് നമുക്ക് രാഷ്ട്രത്തിന് സമർപ്പിക്കാൻ സാധിച്ചത് തന്നെ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊണ്ട് ഇവിടെ ഗ്രാനൈറ്റിൽ കൊത്തിവെച്ചിട്ടുണ്ട്. കുറേ തിരക്കുള്ള പരിപാടികൾ ഇന്നുമുണ്ട്. പോലീസ് ഇവിടുത്തെ പരേഡ് കഴിഞ്ഞതിന് ശേഷമാണ് വന്നത്. അതുകൊണ്ട് നമുക്ക് ഇൻഡിപെൻഡൻസ് ഡേ സന്ദേശമായിട്ട് അദ്ദേഹത്തിന് എന്താണ് കേൾക്കാൻ പറ്റുന്നത്? ബഹുമാന്യരായ നമ്മുടെ സൈനിക മേധാവികളായി കേരളത്തിൽ പറയേണ്ട പ്രമുഖരായ വ്യക്തിത്വങ്ങളും കൂടിയുണ്ട്. ഈ യുദ്ധസ്മാരകം വാസ്തവത്തിൽ നമ്മുടെ ദേശാഭിമാനത്തിൻ്റെ ഏറ്റവും വലിയ ആത്മാഭിമാനത്തിൻ്റെ പ്രതീകം. നമ്മുടെ ബഹുമാന്യ സൂചി പറഞ്ഞതുപോലെ ഇത് സമർപ്പിക്കാനുള്ളൊരു ഭാഗ്യവും ജീവനായി എനിക്ക് എത്തിക്കുക. ഇവിടെ നടക്കുന്ന ചെറുതും വലുതുമായ ഏത് പരിപാടികളിലും പ്രത്യേകിച്ച് ക്ഷണിക്കേണ്ട കാര്യമേ ഇല്ല. കാര്യങ്ങളില്ല. ജീവിതത്തിൻ്റെ ഒരുമിതത്തിൻ്റെ ധാർമ്മിക ഭക്ഷണിയാണ് പ്രത്യേകിച്ച് പട്ടാളക്കാരുടെ സേവനം. പട്ടാളക്കാരുടെ സേവനത്തിന് ഒരു മറുവാക്കി പരസ്യമായി ഞാൻ പറയാറുണ്ട്. സിവിൽ സർവീസ് ആയിരുന്നു പട്ടാളക്കാരുടെ ജീവിതം കണ്ടുപിടിക്കണം. ഇപ്പോൾ വയനാട് ദുരന്തഭൂമിയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി രാവിലെ 5:05 വിളിച്ചപ്പോൾ ഉടനെ പോയി. എന്തായിരുന്നു ഞാൻ വിശദീകരിക്കും. അവിടെ ബേലി പാലം ബന്ധത്തിൽ പട്ടാളക്കാരുണ്ടെങ്കിൽ നമ്മുടെ ഉദ്യോഗസ്ഥന്മാരെ ഏൽപ്പിച്ചാൽ അടുത്ത വർഷത്തെ കാലാവസ്ഥയിൽ വെള്ളപ്പൊക്കാലത്ത് പൂർത്തിയാക്കി നീക്കം ചെയ്യുക. എന്താണ് ഇന്ന് സംഭവിച്ചത്? വല്ലാത്തത് നടക്കുന്നതാണ്. പട്ടാളക്കാർ മനുഷ്യരാണ്. ആ മനുഷ്യരുടെ കർമ്മശക്തിയാണ്, ഇച്ഛാശക്തിയാണ് മഹാത്ഭുതം. അതാണ് പട്ടാളക്കാർ. ഒരു പട്ടാളക്കാരെന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ ഏത് റാങ്കിലായാലും ശരി ബഹുമാനമാണ്, ആദരവാണ്, സ്നേഹം. ലേയിൽ പോയി കണ്ടാണ് ഞാൻ ആർമി മെമ്പറായി. ലേയിൽ ജോലി ചെയ്യുന്ന ഏതെങ്കിലും പട്ടാളക്കാർ സ്ഥലമാറ്റത്തിന് വേണ്ടി അപേക്ഷ തന്നിട്ടുണ്ട്. ഇവിടുത്തെ സിവിൽ സർവീസിൽ പ്രധാനപ്പെട്ട ജോലി സ്ഥലമാറ്റം പ്രമോഷൻ. ഇതിപ്പോൾ ഒരു ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. ഒരു ഉദാഹരണം പറയാം. PSC ലിസ്റ്റ് നേരം വന്നില്ല. ലിസ്റ്റ് വന്നാൽ ഞാനത് സഹായിക്കാം. പിന്നെ എന്താണ് ലിസ്റ്റ് നടപ്പിലാക്കുന്നതിന് മുമ്പ് ഇന്ന സ്ഥലത്തേക്കാണ് എനിക്ക് ജോലി മേടിച്ചു തരുന്നതാണ്. ജോലി കിട്ടുന്നവരെയോ ഇവിടെയായിരുന്നാലും ജോലി 5 രൂപ കല്യാണത്തിൽ പോയാൽ കല്യാണത്തിൽ കൊണ്ടുതരുന്നില്ല. ജോലി ഉണ്ടെന്ന് കിട്ടാന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, ജോലി കിട്ടിക്കഴിഞ്ഞാൽ ആദ്യ സ്ഥലമായിട്ട് അത് വേണം, ആയിക്കോട്ടെ. പക്ഷേ ഒരു പട്ടാളക്കാരൻ ഇന്ന് വരെ ജില്ലാ സംഭവത്തിൻ്റെ ലോഞ്ച് ചെയ്തു. കല്യാണത്തിന് ഞാൻ പോയതാണ്. അവർ മെഡിസിൻ സിസ്റ്റം നാലാമത്തെ കല്യാണം കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് പറയുന്നത്. അപ്പോൾ പട്ടാളക്കാർ പറഞ്ഞു വേണ്ട, അപേക്ഷ കൊടുത്താൽ 2 മാസത്തിൻ്റെ കൂടി അവധി കിട്ടും, അവകാശമാണ് ചെയ്യുന്നത്. എനിക്ക് ഡ്യൂട്ടി അവധിയാണ്. അവിടുന്ന് ഒരു കോൾ ഫോർ വന്നു കഴിഞ്ഞാൽ ഞാൻ പോയി 7 സംഘത്തിൽപ്പെട്ട ആളെ 6 പേരെയും വെടിവെച്ചു കൊന്നു. ഉദ്യോഗസ്ഥർ ഒരു ആശയിരിക്കുന്ന ആളിനെ പറ്റില്ല.
ആ പറ്റില്ല എന്ന് പറഞ്ഞാൽ 7ാമത്തെ ഒരു വെടിവെക്കാൻ വെക്കുകയും ആ ബോഡി സ്വീകരിക്കാൻ കഴിഞ്ഞത് 10,000 എന്ന് പറഞ്ഞാൽ കൃത്യനിഷ്ഠയും ചുമതലയും നിർവഹിക്കുന്ന ഏക വിഭാഗം നമ്മുടെ സാഹിത്യം പിരിഞ്ഞവരായാലും ശരി പിരിയാത്തവരായാലും ശരി. അത് തന്നെയാണ് ജീവിതത്തിൽ മാതൃകയെ സ്വീകരിക്കുന്നതെന്ന് പറയുന്നത്. ആ കൃത്യനിഷ്ഠ, ആ സമർപ്പണ ബോധം, അതുകൊണ്ടാണ് ഏത് ചെറിയ പരിപാടിക്കും ക്ഷണിച്ചാലും ശരി ക്ഷണിക്കേണ്ട കാര്യമില്ല. അറിഞ്ഞ് അറിയിച്ചാലും അറിയിച്ചത് ശരി കാര്യം രാജ്യസ്നേഹം, സർവീസ് എന്ന് പറയുന്ന അക്ഷരത്തിനോട് 100% നീതി പുലർത്തുന്ന വിഭാഗം ഇന്ത്യയിലുണ്ടെങ്കിൽ അത് നമ്മുടെ പ്രധാനമാണ്. അത് തിരിഞ്ഞവരായാലും ശരി ചെയ്യാത്തവരായാലും ശരി. ആ ആത്മബോധവും മറ്റൊക്കെ ഒക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞാൽ ഇന്ന് കാണുന്ന കുറേമല്ല ഏത് വിധം പറഞ്ഞാലും പക്ഷേ സാമ്പത്തിക ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലേക്കും വ്യാപരിച്ചിട്ടില്ല എന്നതാണ് വാർത്തകളിൽ പൂർവ്വത്തിലാണ്. പക്ഷേ നിങ്ങളുണ്ട്, നിങ്ങളുടെ പ്രവർത്തനങ്ങളുണ്ട്, നിങ്ങളുടെ വർത്തമാനകാലത്ത് ജോലി ചെയ്യുന്നവരുണ്ട്. അവരെല്ലാം കൂടി ചേർന്നാൽ രാജ്യത്ത് രക്ഷിക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ സംശയമില്ല. 78ാമത് സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യത്തിൽ നിങ്ങളും നിങ്ങളുടെ പൂർവികന്മാരും രാജ്യസ്നേഹികളായ സ്വാതന്ത്ര്യ സമര സേനാനികളും യുവകാരാധന മഹാത്മാഗാന്ധി ഉൾപ്പെടെയെല്ലാം തന്നെ രാജ്യത്തിൽ സമർപ്പിച്ചിട്ടുള്ള അമൂല്യമായ സംഭാവനകളെ സംരക്ഷിക്കാൻ മറ്റുള്ള ശക്തികളോടൊപ്പം നിങ്ങളും കൂടി ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ രാജ്യത്തെ രക്ഷിക്കാൻ കഴിയൂ എന്നാണ് വിനീതമായി മനസ്സിലാക്കുന്നത്. ഈ യുദ്ധസ്മാരകത്തിൽ നമ്മുടെ സ്മരണകൾ ഉറങ്ങിക്കിടക്കുന്ന ആ മഹാശക്തി വിജയങ്ങളുടെ മുമ്പിൽ ഞാൻ എൻ്റെ പുണ്യഭരിതമായ ആദരങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ ഇത്തരത്തിലുള്ള ആചരണ പരിപാടികളിൽ അതിന് നേതൃത്വം കൊടുക്കുന്ന ഇതിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാവരെയും അവരുടെ കുടുംബങ്ങളെയും ഞാൻ പ്രത്യേകമായി വിവാദം ചെയ്തുകൊണ്ട് അഭിനന്ദിച്ചുകൊണ്ട് എൻ്റെ ഈ ഹ്രസ്വമായ വാക്കുകൾ സംസാരിക്കുന്നു. ധാരാളം പരിപാടികളുണ്ട്. ഇവിടെ വരാൻ തന്നെ താമസിച്ചു പോയത് ക്ഷമിക്കണം. കാരണം അവിടെ കുട്ടികൾ നിങ്ങൾക്ക് അറിയാലോ, എന്നെ പിടിച്ച് വലിച്ച് അവിടെ കൊണ്ടുപോകും. എനിക്കാണെങ്കിൽ കർശനമായി നോ എന്ന് പറയാൻ കഴിയില്ല. എന്നെ കൊല്ലാൻ വരുന്നവരോട് ഞാൻ നോ എന്ന് പറയില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു സ്വഭാവ ദൂഷ്യമുള്ളതുകൊണ്ട് അവിടെ നിൽക്കേണ്ടി വന്നു. പോലീസുകാരുടെ കൂടി സഹായിച്ചില്ല വെട്ടി കയറ്റി തന്നു. അതുകൊണ്ട് ക്ഷമിക്കണം വൈകിപ്പോയത്. ഇവിടെ കൃത്യമായിട്ട് വരാം. ഇവിടെ ഇറങ്ങി നടക്കുന്നത് ശരി പോകാൻ भारत माता की जय, भारत माता की जय, भारत माता की जय. യുവാവല്ലേ ഒരു